ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും അല്ലേ? മാഗിയോ ഇപ്പിയോ അങ്ങനെ കുറേ ബ്രാൻഡൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലേതെങ്കിലും ഒന്നെങ്കിലും ട്രൈ ചെയ്യാത്ത ആൾക്കാർ കുറവായിരിക്കും. പക്ഷേ നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കാറുള്ളത് പോലെ അല്ലാതെ കുറച്ച് സ്പെഷ്യലായിട്ട്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നൂഡിൽസ് ഉണ്ടാക്കി നോക്കാം നമുക്കിന്നേ. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഇനി ഫ്യൂച്ചറിൽ വീഡിയോസ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ തന്നെ വന്നിട്ട് വീഡിയോ കാണാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു കടായി വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ യൂസ് ചെയ്യുക കേട്ടോ. പക്ഷേ സൺഫ്ലവർ ഓയിലാണ് കുറച്ചും കൂടി നല്ലത്. വെളിച്ചെണ്ണയും കുഴപ്പമൊന്നുമില്ല. ഞാൻ വെളിച്ചെണ്ണയിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കങ്ങനെ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് കളറ് ചേഞ്ച് ആയിട്ട് വരണ വരെ വഴറ്റണം കേട്ടോ. ഒത്തിരി ബ്രൗൺ ആവണമെന്നില്ല, പക്ഷേ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഇപ്പോൾ നിങ്ങൾ നൂഡിൽസ് കുറച്ച് എരിവിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം അവർക്ക് അധികം സ്പൈസി ആയിട്ട് വേണ്ടാന്നുള്ളതുകൊണ്ടും പച്ചമുളക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കഴിക്കുമ്പോൾ കൂടെയും കഴിച്ചു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ടും ഞാൻ പച്ചമുളക് കംപ്ലീറ്റ്ലി ഒഴിവാക്കുകയാണേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 2-3 പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. നോക്കിയേ, ഇത് ഇതുപോലെ വഴണ്ട് കളറൊക്കെ ചേഞ്ചായിട്ട് കുറച്ചൊക്കെ ഒന്ന് കളർ ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാവും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയൊരു തക്കാളിയാണ് കേട്ടോ. ഇപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകുതി എടുത്താൽ മതി. തക്കാളി നമുക്ക് ഇതിലേക്ക് ഒത്തിരി വേണ്ട. പക്ഷേ തക്കാളിയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കണത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളി നമുക്കങ്ങനെ വല്ലാണ്ട് കുഴഞ്ഞൊന്നും വേണമെന്നില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ചെറിയ കഷ്ണങ്ങളായിട്ടല്ലേ ചേർത്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് സോഫ്റ്റായി ചൂടായിട്ട് വരും, കുക്കായി വരും. ഇപ്പോൾ നോക്കിയാൽ തക്കാളിയും അതേ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തീ നല്ലോണം കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് സൈഡിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കാം, നീക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 മുട്ടയാണ്. ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഒരല്പം, ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്, കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തെന്ന് വെച്ചിട്ട് അങ്ങനെ വലിയ എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ആ ഒരു എഗ്ഗിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കണതാണ്. പിന്നെ നമ്മൾ നേരത്തെ സവാളയിൽ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സത്യത്തിൽ ഇതിനകത്ത് എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യമില്ല. കാരണം മാഗി നമ്മൾ ചേർക്കുമ്പോൾ മാഗിക്കകത്ത് ഓൾറെഡി ഉപ്പ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു എഗ്ഗിലേക്ക് വേണ്ടി മാത്രം നമുക്കൊരു 2 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഒരിക്കലും കൂടി പോകരുത്, അത് ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ എഗ്ഗ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആ എഗ്ഗിന് ആ ഒരു ടേസ്റ്റും കൂടി കിട്ടുമ്പോൾ നല്ലതായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ലൊരു പരുവത്തിന് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ എഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഈ സെയിം പാനിൽ തന്നെയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യണത്. നമ്മുടെ മാഗി നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഈ കടായി ഞാൻ വാഷ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഫ്ലെയിമും ഓഫ് ചെയ്തിട്ടില്ല. ഇതിലേക്ക് നമുക്ക് 250 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് 142 ഗ്രാമിൻ്റെ മാഗിയുടെ പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണക്കിന് ഏകദേശം 1 ഗ്ലാസ് വെള്ളം നമുക്ക് മതിയാവും. അതായത് 250 ml വെള്ളം മതിയാവും കേട്ടോ. നോൺ സ്റ്റിക്ക് പാൻ ആണെന്നുണ്ടെങ്കിൽ 250 ml വെള്ളം മതി. വേറെ ഏതെങ്കിലും ടൈപ്പ് പാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി നിങ്ങൾ എക്സ്ട്രാ ഒഴിച്ചോളൂ. ഇതേ കണ്ടോ, ഇതുപോലത്തെ ഒരു പാക്കറ്റ് മാഗിയാണ് കേട്ടോ അങ്ങനെ എടുത്തിരിക്കുന്നത്. 142 ഗ്രാം ഉണ്ട് ഇത്. നോക്കിയാൽ നമ്മുടെ ഈ പാക്കറ്റിനകത്ത് ഇതുപോലത്തെ 2 പീസസാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം ഏകദേശം ചൂടായി വരുന്നുണ്ട്. നമുക്ക് മാഗിയുടെ ആ ഒരു മസാല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 2 പാക്കറ്റാണ് കേട്ടോ മാഗി മസാല ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഞാനത് 2ഉം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരും. അന്നേരം നമുക്ക് നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നൂഡിൽസിൽ വെള്ളം തട്ടി ഫുള്ളായിട്ടൊന്ന് നനഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആവുമല്ലോ. അന്നേരത്തേക്ക് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചിലർ ഈ നൂഡിൽസ് ഇങ്ങനെ നല്ലോണം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം കേട്ടോ. ഇനി നമുക്കിതിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ മറിച്ചിട്ട് തിരിച്ചിട്ടൊക്കെ കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 മിനിറ്റാണ് കേട്ടോ കുക്ക് ചെയ്യണത്. പിന്നെ ഒരുപാട് നേരം നമ്മളിതിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കുഴഞ്ഞു പോകും വല്ലാണ്ട്.
ഇപ്പോൾ ഒരു 3-3.5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ നൂഡിൽസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒത്തിരി കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഇതിനകത്തുള്ള വെള്ളവും നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എഗ് മിക്സ്, ആ എഗ്ഗും ഒണിയനും കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് കേട്ടോ എടുക്കണത്. അതായത് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ വെള്ളം പോലെ ഈ സൂപ്പ് പോലെ ഇരിക്കാതെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കണത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയല്ല, കുറച്ചിങ്ങനെ വെള്ളം പോലെ വേണം, നല്ലോണം കുഴഞ്ഞ് വേണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നേരത്തെ 1 കപ്പ് വെള്ളമല്ലേ ചേർത്തത്, അപ്പം നിങ്ങൾ ഒരു 1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പ് വെള്ളമൊക്കെ ചേർക്കാം. അപ്പം അന്നേരം നല്ലോണം വെള്ളം പോലെ കുഴഞ്ഞൊക്കെ ഇരിക്കും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് മാഗി വേവിക്കുക കേട്ടോ. നോക്കിയാൽ എല്ലാത്തിൻ്റെ ഫ്ലേവറും ആ ഒരു ടേസ്റ്റും നന്നായിട്ട് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. എല്ലാ ഫ്ലേവറും കൂടി നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ജസ്റ്റ് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം അല്പം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവിന് വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ നമ്മുടെ എഗ് മസാല മാഗി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. പിന്നെ ഞാനതിലേക്ക് 2 എഗ് അല്ലേ ചേർത്തത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 എണ്ണമൊക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാം നിങ്ങൾ, അന്നേരമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എല്ലാ പ്രാവശ്യവും ഒരുപോലെ തന്നെ മാഗി ഉണ്ടാക്കി അല്ലെങ്കിൽ നൂഡിൽസ് ഉണ്ടാക്കി ബോറടിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലപ്പോഴൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ റെഡ് കളറിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.